ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 14 അധ്യായം 6 വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ നമുക്ക് നൽകുന്ന വലിയൊരു ആശ്വാസത്തിൻ്റെ വാക്കുകളാണിത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞ് ഈശോ തുടങ്ങി ഇപ്പോൾ നമ്മളോട് പറയുന്നു, വഴിയും സത്യവും ജീവനും ഞാനാണ്. ത്രിത്വൈക ദൈവത്തെ വളരെ മനോഹരമായി വെളിപ്പെടുത്തുന്ന ഒരു തിരുവചന ഭാഗമാണിത്. 3 കാര്യങ്ങളാണ് വഴിയും സത്യവും ജീവനും. എങ്ങനെയാണിത് ത്രിത്വവുമായി ബന്ധപ്പെടുന്നത്? വഴി ഈശോയാണ്. ജീവിക്കേണ്ടത് എങ്ങനെയെന്നുള്ള അറിവ്, നടക്കേണ്ടത് എങ്ങനെയെന്നുള്ള മാർഗം, അതാണ് വഴി. അത് ഈശോയാണ്. ഈശോയുടെ വാക്കുകളും ഈശോയുടെ ജീവിതത്തെ അനുകരിക്കുന്നതുമൊക്കെയാണ് വഴിയായി നമുക്ക് മാറുന്നത്. സത്യം എന്നുള്ളത് നമ്മൾ അൾട്ടിമേറ്റായി, ആത്യന്തികമായി കണ്ടെത്തുന്ന സനാതന മൂല്യമാണ്. അത് പിതാവാണ്. ചെന്നെത്തേണ്ട നമ്മുടെ ലക്ഷ്യമാണ് സത്യം. ഇനി ജീവനോ, അത് പരിശുദ്ധാത്മാവാണ്. നമുക്ക് ഈ സത്യത്തിലേക്ക്, ഈ വഴിയിലൂടെ നടക്കാനുള്ള ശക്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. വഴി നടക്കാനുള്ള ശക്തിയാണ് പരിശുദ്ധാത്മാവ് എന്ന കാര്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈശോ ഒരിക്കൽ പറഞ്ഞു, തിരുവചനങ്ങളോ തിരുലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ദൈവത്തിൻ്റെ ശക്തി എന്നുള്ളത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ്. ഇന്ന് സഭയിൽ നടക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, കൂദാശകൾ, തിരുക്കർമ്മങ്ങൾ, അതിലൂടെ എല്ലാം ലഭിക്കുന്ന ശക്തി, അത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. അതുകൊണ്ട് വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് പറയുമ്പോൾ ഞാൻ ത്രിത്വൈക ദൈവമാണ് എന്നുകൂടിയാണ് ഈശോ പറയുന്നത്. വഴി തെറ്റിയാൽ ലക്ഷ്യവും തെറ്റും. മറ്റ് ശക്തികളാൽ നമ്മൾ നയിക്കപ്പെടുകയും ചെയ്യും. ഒരുപക്ഷെ തിന്മയുടെ, പൈശാചികമായ ലോകത്തിൻ്റെ ശക്തിയാൽ നയിക്കപ്പെടുകയും ചെയ്യും. നമുക്ക് വഴി തെറ്റുമ്പോൾ, ഈശോയുടെ വാക്കുകളും നിർദ്ദേശങ്ങളും പ്രതീക്ഷകളും നമ്മൾ അവഗണിക്കുമ്പോൾ, മറ്റ് ചിന്തകൾക്ക് പ്രാധാന്യം ഉണ്ടാകുമ്പോൾ ചെന്നെത്തുന്ന സ്ഥലവും തെറ്റിപ്പോകുന്നു. പലർക്കും ജീവിതം പാളിപ്പോകുന്നതിന് കാരണം ഈശോ എന്ന വഴിയെ ചേർന്ന് നടക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവർ നല്ല ലക്ഷ്യത്തിൽ, യഥാർത്ഥ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നില്ല. അപ്പോൾ തിന്മയുടെ പല ശക്തികളും നമ്മളെ വഴിതെറ്റിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. അതൊരു പക്ഷേ മദ്യമാകാം, മയക്കുമരുന്നാകാം, ചീത്ത കൂട്ടുകെട്ടുകളാകാം, നമ്മുടെ ദുശീലങ്ങളാവാം. ഇതൊക്കെ പൈശാചികമായ ശക്തിയുടെ കാര്യങ്ങളായി നമ്മളെ വഴിതെറ്റിക്കും, നമ്മുടെ ലക്ഷ്യവും തെറ്റിക്കും. ഈശോയുടെ വാക്കുകളിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും മാത്രം മുമ്പോട്ട് പോകാനുള്ള വലിയൊരു അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈശോയാകുന്ന വഴിയിലൂടെ പിതാവാകുന്ന സത്യത്തിലേക്ക്, പരിശുദ്ധാത്മാവാകുന്ന ജീവൻ സമ്പാദിച്ച് നമുക്ക് സ്വർഗത്തിലേക്ക് നടക്കാം. ആമേൻ.